IPL രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് പഞ്ചാബ് കിങ്സ് ഫൈനലിൽ 5 വിക്കറ്റിനാണ് പഞ്ചാബ് മുംബൈയെ പരാജയപ്പെടുത്തിയത്. പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ വൺ മാൻ ഷോയിലൂടെ മത്സരത്തെ മുന്നിൽ നിന്നും നയിച്ചു. 200 റൺസിന് മുകളിൽ സ്കോർ പിന്തുടർന്ന് മുംബൈക്കെതിരെ ഒരു ടീമും വിജയം നേടിയിട്ടില്ലെന്ന 18 വർഷത്തെ റെക്കോർഡും ഇനി പഴങ്കഥ. അവസാന ഓവറുകളിൽ ആളിക്കത്തിയ ശ്രേയസ് 19ാം ഓവറിലെ അവസാന പന്തിൽ അശ്വിനി കുമാറിന്റെ ബൗൾ സിക്സർ പറത്തി പഞ്ചാബിനെ ഫൈനലിൽ എത്തിച്ചു. മുംബൈ ഉയർത്തിയ 204 റൺസ് എന്ന വിജയലക്ഷ്യം ഒരു ഓവർ ബാക്കി നിൽക്കെ മറികടന്നു. ശ്രേയസ് അയ്യർ 41 പന്തിൽ പുറത്താകാതെ 87 റൺസ് എടുത്തു. ബുംറയുടെ ഓവറിൽ 20 റൺസ് ഉൾപ്പെടെ 38 റൺസ് എടുത്ത ജോഷ് ഇഗ്ലിസ് പഞ്ചാബിനായി അടിത്തറ പാകി. 48 റൺസ് എടുത്ത നെഹൽ വധേരയുടെ ഇന്നിംഗ്സും കിങ്സിന് നിർണായകമായി. 4ാം വിക്കറ്റിൽ ഒപ്പം ചേർന്ന ശ്രേയസും വധേരയും അടിച്ചെടുത്തത് 84 റൺസ് എന്ന കൂട്ടുകെട്ട്. ആദ്യ ബാറ്റിംഗിനിറങ്ങിയ മുംബൈ തിലക് വർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും കരുത്തിലാണ് 200 റൺസ് കടന്നത്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും 44-ഉം ജോണി ബെയർസ്റ്റോ 38-ഉം നമാൻ ദീർ 37 റൺസും നേടി. IPL ആദ്യം ബാറ്റ് ചെയ്ത് 200-ന് മുകളിൽ സ്കോർ ചെയ്ത 19 മത്സരങ്ങളിലും മുംബൈ അജേയരായിരുന്നു. എന്നാൽ 20ാം തവണ കൂറ്റൻ വിജയലക്ഷ്യം പടുത്തുയർത്തിയ മുംബൈക്ക് പഞ്ചാബിന് മുന്നിൽ അടിതെറ്റി. 11 വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിനെ ഫൈനലിൽ എത്തിച്ച നായകൻ ശ്രേയസ് അയ്യരാണ് കളിയിലെ താരം. ഫൈനലിൽ പഞ്ചാബ് എത്തിയതോടെ IPL കിരീടത്തിന് പുതിയ അവകാശികളാകും. അത് RCB യോ പഞ്ചാബോ എന്നത് കാത്തിരുന്നു കാണാം.